Is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. ഹേ ഹാക്കേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് VPNസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയും. സോ ഈ VPNs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ അതെങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് ആക്ട് ചെയ്യുക, ഇതിന്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും VPNs സെക്യൂർ ആണോ, അങ്ങനെയാണെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള VPNs ഏതാണ്, ദെൻ ഈ VPNസിന്റെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഇങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെയ്യാനായിട്ട് പോകുന്നത് വയർഷാർക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യണമല്ലോ. സോ ഞാനിവിടെ വയർഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. സോ ഞാനിവിടെ വയർഷാർക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇനി വയർഷാർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഫസ്റ്റിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് നോർമൽ ഒരു VPN ഇല്ലാത്ത വർക്കിംഗ് എന്ന് നമ്മുടെ ബോർഡ് വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഫസ്റ്റ് സെനാറിയോ VPN ഇല്ലാതെയാണ്. ഇതാണ് നമ്മുടെ ഡിവൈസസ്. ഈ ഡിവൈസസിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? ഫസ്റ്റിലെ നമ്മൾ ഒരു റൗട്ടറായിട്ട് കണക്ട് ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് ഇന്റർനെറ്റ് ഫസ്റ്റിലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൗട്ടറായിട്ട് കണക്ട് ആയിരിക്കും. റൗട്ടർ നമ്മുടെ ISP ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ISP മീൻസ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ദെൻ ഈ സർവീസ് പ്രൊവൈഡർ ആണ് നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നത്? ഈ അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന വെബ്സൈറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഈ ISPനെ കുറിച്ച് നമുക്ക് വേറെ തന്നെ വീഡിയോ ചെയ്യാം. അതായത് എങ്ങനെയാണ് ISP വർക്ക് ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അമേരിക്കയിലുള്ള സെർവറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കത് വേറെ തന്നെ പറയാം. സോ വിത്തൗട്ട് VPN വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിലെ നമ്മൾ ഒരു റൗട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ബ്രൗസർ, ഇപ്പം ഈ യൂട്യൂബിന്റെ അകത്തേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റിലെ ഒരു യൂട്യൂബിന്റെ അകത്തേക്ക് ഒരു റിക്വസ്റ്റ്, യൂട്യൂബിന്റെ സെർവറിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. സോ ഫസ്റ്റിലെ ഇത് എത്തുന്നത് നമ്മുടെ റൗട്ടറിന്റെ അകത്തേക്കാണ്. ദെൻ റൗട്ടറിൽ നിന്ന് ഇതെങ്ങോട്ടേക്ക് പോകും? ISPയിലേക്ക് പോകും. ISP ആണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നത്? ഈ പറയുന്ന സെർവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നത്. സോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് വൈഫൈസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ബസ് സ്റ്റാൻഡിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കുള്ള വെബ്സൈറ്റിലാണ് നമുക്ക് പബ്ലിക് വൈഫൈസ് അവൈലബിൾ ആണ്. സോ ഈ പബ്ലിക് വൈഫൈസിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും ട്രാഫിക്. ഇതിന് വേറൊരു സൈഡ് ഉണ്ട്, ഒരു അറ്റാക്കിംഗ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട, ഇൻ ഫ്യൂച്ചർ നമുക്ക് അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും പബ്ലിക് വൈഫൈസിനകത്ത് കണക്ട് ചെയ്തതെന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള വീഡിയോ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം. കാര്യം അതൊരു അറ്റാക്കിംഗ് ഡെമോൺസ്ട്രേഷൻ വെച്ച് കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മുടെ വൈഫൈ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് പാക്കറ്റ്സിനെ ISPയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ISP അതിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് തരുന്നു? നമ്മളെ ഈ പറയുന്ന വെബ് സെർവറായിട്ട് കണക്ട് ചെയ്യുന്നു. വെബ് സെർവർ എന്ത് ചെയ്യുന്നു? അതിന് തിരിച്ച് റിസൾട്ട് തരുന്നു. സോ ഇങ്ങനെയാണ് ഒരു നോർമൽ VPN ഇല്ലാതെ ഉള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ പോകുന്നത്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ISPക്ക് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് കണക്ട് ചെയ്തെന്ന് കാണാനായിട്ട് പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IP അഡ്രസ്സും ദെൻ നമ്മുടെ ലൊക്കേഷൻസും ഈ സെർവറിലും കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒരു വയർഷാർക്ക് വെച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് വൈഫൈ ആണ് എന്റെ നെറ്റ്വർക്ക്. സോ ഞാൻ വൈഫൈ എടുക്കുകയാണ്. വൈഫൈയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് യൂട്യൂബിന്റെ അകത്തേക്ക് ഒന്ന് കയറാം. ഓക്കെ, ഇപ്പൊ ഇവിടെ യൂട്യൂബ് ലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഫ്രീസ് ചെയ്യാം. ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റെസ്പോൺസുകളെല്ലാം സ്റ്റോപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് TCP ഫിൽട്ടർ ചെയ്യാം. ഇപ്പൊ ഇവിടെ TCP ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്റെ IP അഡ്രസ് ഇവിടെ ഉണ്ട്. ഇവിടെ പല പല ആപ്ലിക്കേഷൻ ഡേറ്റാസും കാര്യങ്ങളൊക്കെ പോയിരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ദെൻ ഇത് നമ്മൾ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യത്തില്ല, നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഒരു അൺഎൻക്രിപ്റ്റഡ് ഫോർമാറ്റിലൊന്നും കാണത്തില്ല. കാര്യം യൂട്യൂബ് ഓൾറെഡി സെക്യൂർഡ് ആണല്ലോ കുറെ കാര്യങ്ങളിലൊക്കെ. സോ ഇവിടെ ഒരുപാട് TCP പാക്കറ്റ്സ് ആണ്. ഇതിന്റെ അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും 10.109.164.59 ആണ്. സോ ഇനി ഇത് VPN വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ ചേഞ്ച് ആവും എന്നാണ് നമുക്ക് അടുത്തായിട്ട് അറിയാനായിട്ടുള്ളത്. സോ അതിനായിട്ട് ഫസ്റ്റിലെ നമുക്ക് VPN ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ പ്രോട്ടോൺ VPN ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോട്ടോൺ VPN ലോഡ് ആയിട്ടുണ്ട്. പ്രോട്ടോൺ VPN നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു VPN ആയിരിക്കും. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ അത് കുറെ ഫ്രീ സർവേഴ്സ് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം. ആൻഡ് പ്രോട്ടോൺ VPNന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. ഇതൊരു സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള VPN ആണ്. ദെൻ ഇവര് ലോക്സോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവസിയിൽ 100% അവരെ വിശ്വസിക്കാനായിട്ട് പറ്റും. സോ ഞങ്ങളുടെ VPN ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഈ VPN വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. സോ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മുടെ ഡിവൈസസ് ഉണ്ടാവും. ഡിവൈസ് എന്ത് ചെയ്യും, ഫസ്റ്റിലെ നമ്മൾ VPN ആപ്ലിക്കേഷൻ ആയിട്ട് കണക്ട് ചെയ്യും. ദെൻ ഇവിടെ എന്തുണ്ടാവും, ഒരു സെക്യൂർ ചാനൽ ക്രിയേറ്റ് ചെയ്യും. അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്യൂർ ചാനൽ ക്രിയേറ്റ് ചെയ്യും. എൻക്രിപ്ഷൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി വെച്ചിട്ടാണ് നമ്മളത് പോസിബിളി ചെയ്യുന്നത്. കുറെ അൽഗോരിതംസ് ഉണ്ട്. നമ്മൾ റീഡബിൾ ആയിട്ടുള്ള ഹലോ എന്ന് പറയുന്ന സാധനത്തിനെ കുറെ അൽഗോരിതംസ് യൂസ് ചെയ്ത് നമ്മൾ അൺറീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലോട്ട് മാറ്റുന്ന ഒരു മെത്തേഡിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെയിം സിറ്റുവേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഡീക്രിപ്ഷൻ എന്ന് പറയും. അങ്ങനെ കുറെ അൽഗോരിതംസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന VPN എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫസ്റ്റിൽ എൻക്രിപ്റ്റഡ് ആവും. ദെൻ അതിനുശേഷം ഈ VPN ടണലിൽ കൂടി എന്ത് ചെയ്യും,
ദെൻ നമ്മൾ ഇവിടെ നിന്ന് അയച്ച എൻക്രിപ്റ്റഡ് പാക്കറ്റ്സ് ഫസ്റ്റ് VPN സെർവറിലേക്ക് പോകും. ഈ VPN സെർവർ സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള സെർവേഴ്സ് ഉണ്ട്, ജപ്പാനിലുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തുണ്ട്. സോ ഈ സെർവറിൽ നിന്നാണ് പിന്നെ ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്, വെബ് സെർവറിലേക്ക് പോകുന്നത്. സോ എന്ത് ചെയ്യും, വെബ് സെർവറിന് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത് ഈ റിക്വസ്റ്റ് ജപ്പാനിൽ നിന്ന് വന്നതായിരിക്കും. ശരിക്കും ഇത് നമ്മുടെ IP അഡ്രസ്സിന് ഇവിടെ മാസ്ക് ചെയ്യും, നമ്മൾ അയക്കുന്ന ഡേറ്റാസിനെ എല്ലാം മാസ്ക് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മുടെ ഈ VPN സൈഡിന്റെ അകത്ത് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ടണൽസ് പോകുന്നത്. സോ ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ആർക്കും ഡേറ്റാസിനെ ഒന്നും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് നമ്മുടെ VPN ടു VPN സെർവർ ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസ്മിഷൻ ഇതിന്റെ ഇടയിലാണ് ISP ഒക്കെ വരുന്നത്. സോ ഇവർക്ക് ആർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമ്മുടെ ട്രാൻസ്മിഷനെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതാണ് ഒരു VPN വെച്ചുകൊണ്ടുള്ള സെനാറിയോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വയർഷാർക്ക് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. സോ ഇപ്പൊ ഇവിടെ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതിന് കാണാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഇവിടെ യൂട്യൂബിന്റെ അകത്തേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സിനകത്ത് ചേഞ്ച് വന്നേക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ വരുന്ന എല്ലാ ഡേറ്റാസും എന്തായിരിക്കും, എൻക്രിപ്റ്റഡും ആയിരിക്കും. ഇനി ഒരു സിമ്പിൾ അനാളജി പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഫസ്റ്റിലെ തന്നെ നമുക്കൊരു അനാളജി വിത്തൗട്ട് VPN അനാളജി എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരാളുണ്ട്, അയാൾക്ക് എന്തോ ഒരു കാര്യം ഇവിടെ നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആളോട് സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ പറയണം. സോ ഇയാൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും നിൽക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. സോ ഇയാൾ എന്ത് ചെയ്തു, ഒരു മൈക്ക് വെച്ച് ഇയാൾക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ ഈ പറയുന്ന മൈക്കിൽ കൂടി അല്ലെങ്കിൽ സ്പീക്കറിൽ കൂടി എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവർക്കും കൂടെ ആയിട്ട് ഒരുമിച്ച് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. സോ ഇയാൾ അറിയേണ്ട കാര്യം ഇപ്പൊ ഇത്രയും പേർക്കും എന്താണ്, അറിവുണ്ട്. സോ ഇതാണ് ബേസിക്കലി നമ്മൾ VPN ഇല്ലാതെ ഉള്ള സെനാറിയോ വരുന്നത്. ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു VPN യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള സെനാറിയോ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ലെറ്റർ ബോക്സിന്റെ അകത്ത് ഇടുന്നു, അതിനകത്ത് നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നു, അല്ലാതെ ഒരു ബോക്സിന്റെ അകത്ത് ഇടുന്നു. ദെൻ നമ്മൾ അതിനെ പാക്ക് ചെയ്ത് അയാളുടെ പേര് മാത്രം മണ്ടയിൽ എഴുതി വെക്കുന്നു. ദെൻ നമ്മൾ ഈ പാക്കേജിനെ എന്ത് ചെയ്യുന്നു, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസിനെ ഏൽപ്പിക്കുന്നു. ദെൻ അവരെന്ത് ചെയ്യുന്നു, ഇത് നേരെ ഈ പുള്ളിക്ക് കൊണ്ട് കൊടുക്കുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇത്രയും ആൾക്കാർക്കും അറിവുണ്ട് ഇയാൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. കാര്യം ഇത് കൊണ്ട് കൊടുക്കുന്ന കണ്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇത്രയും പേർക്കും അറിവുണ്ട് ഇവിടെ എന്തോ ഡേറ്റ വന്നിട്ടുണ്ട്, പക്ഷെ എന്താണ് ആ ഡേറ്റ എന്ന് ഇവർക്ക് ഇത്രയും പേർക്ക് മനസ്സിലാവത്തില്ല. ഇനി നമ്മൾ അനാളജി പറയാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ, അതായത് നമ്മൾ യൂസേഴ്സ് VPN ആയിട്ട് കണക്ട് ചെയ്യുന്നു. VPN ഒരു എൻക്രിപ്റ്റഡ് ചാനൽ ത്രൂ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ ഈ സെർവർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റാസിനെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. സോ ISP ആണ് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇവർക്ക് അറിയാം നിങ്ങൾ എന്തോ ഡേറ്റ എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർക്കറിയാം, പക്ഷെ അത് എന്താണ് സാധനം എന്ന് എന്ത് ചെയ്യത്തില്ല, അവർക്ക് മനസ്സിലാവത്തില്ല. സോ ഇതാണ് ബേസിക്കലി ഒരു VPNന്റെ യൂസ് കേസ് വരുന്നതും VPN വർക്ക് ചെയ്യുന്നതും. സോ ഇന്നത്തെ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ എങ്ങനെയാണ് VPN വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ VPN വെച്ചിട്ട് നമ്മൾ വയർഷാർക്ക് വെച്ച് പാക്കറ്റ് ക്യാപ്ചർ ചെയ്ത് നോക്കി. ദെൻ IP അഡ്രസ്സിന്റെ ചേഞ്ച് മനസ്സിലാക്കി, സെക്യൂർ ആണോ അല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ പലതരത്തിലുള്ള VPNs ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രോട്ടോൺ പോലൊരു നല്ലൊരു VPN യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ക്രാക്ക്ഡ് വെർഷൻ എടുക്കരുത്. ക്രാക്ക്ഡ് വെർഷൻ അവൈലബിൾ ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യുന്ന വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. നിങ്ങളൊരു പ്രൈവസി കൺസേൺ ആയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കണക്ക് VPNs യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then thank you guys, thanks for watching.